രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ വിഷമമായി കാണും കേട്ടോ ഇന്നത്തെ വാർത്താ സമ്മേളനം കേട്ടപ്പോൾ, അല്ലേ? അതെ, എന്താ നമസ്കാരം. 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 അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവും അതുപോലെ അനുഭവ സമ്പത്തും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അഴിമതിയുടെ ഒരു അംശം പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാളാണ്. പിന്നെ ഈ ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ തന്നെ ആരും വോട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ എല്ലാവരെയും കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംസാരം ഗോവിന്ദൻ മാഷൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ പോലും ഒരു ലോക്കൽ കമ്മിറ്റി അംഗമാണ് വളരെ ഇതായിട്ട് ആക്ഷേപിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറ്റേണ്ട വരും. കാരണം കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ല, ഇപ്പൊ അതിനകത്ത് ഇല്ല നിലവിൽ. എല്ലാരും പോയിക്കൊണ്ടിരിക്കണേ പഴയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല. ഇനിയിപ്പോ കമ്മ്യൂണിസ്റ്റും ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നു വന്നത്. കാരണം ജനങ്ങളൊക്കെ എല്ലാം മാറി ചിന്തിക്കാൻ തുടങ്ങി. കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇനി അതിനകത്ത് ഇതാവൂല. കാരണം ഈ സുധാകരനെ പോലെ ഇത്രയും നല്ല നേതാക്കളെ പലയിടത്തുനിന്നും ഇപ്പൊ നേതാക്കൾ ചാടിക്കൊണ്ടിരിക്കണേ, ശരിയായ ആളുകൾ, അഴിമതിയും ഇതൊന്നും ഇല്ലാത്ത ആളുകൾ. ഇതിപ്പോ ഒരു അഴിമതിയും കൂട്ട് കുടുംബ പാർട്ടിയും കൂടിയായി. എല്ലാരും കുടുംബത്തിൽ നിന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും അത് തന്നെയല്ലേ നിയമനം നടന്നേക്കണം. ഇപ്പൊ എവിടെ നോക്കിയാലും അറിയാം, ഓരോ ഇപ്പൊ ഇരിക്കുന്ന മന്ത്രിമാരുടെ ഭാര്യമാര് യൂണിവേഴ്സിറ്റി മറിച്ചതിന്റെ ഒക്കെ ആൾക്കാരായിട്ട് ഇരിക്കണേന്ന്. അപ്പൊ ഇങ്ങനെ അവര് അങ്ങോട്ട് ഇതാക്കി എടുത്ത് അവരുടെ മാത്രമായിട്ട് ഒരു സംവിധാനമൊക്കെ എടുത്ത് ഈ ഭരണം, അല്ലാണ്ട് ജനങ്ങൾക്കോ മറ്റു പാർട്ടിക്കോ ഒരു ഗുണമില്ലാത്ത ഒരു ഭരണം, ഇവരുടെ ആളുകൾ മാത്രം തന്നെ. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അപ്പൊ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോ കോൺഗ്രസിലായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വരാൻ പോണം. കാരണം എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ കൂടുതൽ അതിനകത്തല്ലേ ഘടകകക്ഷികളൊക്കെ എടുക്കുമ്പോ കമ്മ്യൂണിസ്റ്റുകാര് ഇതിനകത്തില്ലാതെ. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇലക്ഷന് ഇതിപ്പോ നോക്കി കാണാവുന്നേ ഉള്ളൂ എങ്ങനെ സംഭവിക്കും എന്നുള്ളത്. കാരണം ഇവർക്ക് എല്ലാരെയും പുച്ഛമാണ്, ഏളാങ്കിക്കലാണ്, അങ്ങനെയുള്ള പരിപാടിയാണ്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നാണ്. അപ്പോൾ നല്ല വീട്ടിൽ പി ഗോപാലക്കുറുപ്പിൻ്റെ മകനായ ജി സുധാകരൻ ഒരു നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഓർക്കുന്നത്. പക്ഷേ CPM-കാർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് സമനില തെറ്റിയെന്നുള്ളൊരു നിലപാടാണ്. KG കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുന്നു. അദ്ദേഹം ഒരു BJP അനുഭാവിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ KG കുമാർ. ഹലോ. ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പക്ഷം എന്നുള്ളതാണ് അതിന്റെ ഇടതുപക്ഷം. അതൊന്നും ഈ KG കുമാർ ഇത്ര കാലം പറഞ്ഞില്ലല്ലോ. ഇത്ര കാലം BJP അധികാരത്തിൽ വരുമെന്നല്ലേ പറയുന്നത്? അല്ല, ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ പക്ഷമാണ്. പക്ഷെ ഈ ഹൃദയത്തിന്റെ പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇപ്പൊ ഇല്ലാതായി വരുവാണ്. കാര്യം ഈ വളരെ നേരത്തെ തന്നെ ഒരു അർഹിക്കുന്ന പരിഗണന ഈ ജി സുധാകരന് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ഇങ്ങനെ ഒരു നിലപാട് എടുക്കത്തില്ലായിരുന്നു. കാര്യം വളരെ അവഗണിച്ച്, പക്ഷെ അവസാന നിമിഷമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് പോയാൽ ഇത് നഷ്ടമായി പോവോ എന്നുള്ള. ഇനിയിപ്പോ ആലോചിച്ചിട്ട് അവഗണന ഉണ്ടായിട്ടുണ്ടോന്നാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, SFIയുടെ പ്രസിഡന്റ് ആക്കുന്നു, പിന്നെ മന്ത്രിയാക്കുന്നു, കേരള നിയമസഭയിലെത്തുന്നു, അമ്പലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു, അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, മന്ത്രിയാക്കുന്നു, ദേവസ്വം, സഹകരണം, അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ കൊടുക്കുന്നു. അനിയൻ ഭുവനേന്ദ്രൻ രക്തസാക്ഷിയാണ്. അനിയൻ പന്തളം NSS കോളേജിൽ പണ്ട് വിട്ടുകൊണ്ട് മരിച്ച ഇദ്ദേഹത്തിന്റെ അനിയനുണ്ട് ഭുവനേന്ദ്രൻ. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അഴിമതി തീരെ ഇല്ല. പിന്നെ അദ്ദേഹം ഈ ഗതാഗത വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് റോഡിന്റെ എല്ലാ കാര്യത്തിലും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. കാര്യം ആരായാലും ഇതുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും ഈ കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോകരുത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിനെക്കാട്ടിയും ഒരു അവഗണനയായിരിക്കും. കാര്യം ഇപ്പൊ സന്ദീപ് വാര്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തട്ടുന്നുണ്ടില്ലേ, അതേപോലെ. കാര്യം അവിടെ തന്നെ ആൾക്കാർ തള്ളോട് തള്ളാണ്. അന്നേരം പിന്നെ അങ്ങോട്ട് പോകരുത്. കാര്യം ഇദ്ദേഹത്തിന്റെ ഈ ഉള്ള വില അങ്ങ് പോകും. അതാണ് ഞാൻ പറയുന്നത്. കാര്യം സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. അവര് പിന്തുണ കോൺഗ്രസ് കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, അതല്ലേ നല്ലത്. അല്ലാതെ ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ അങ്ങനെ ഇനി പോകരുത്. ഈ വൈകിയ വേളയിലും, നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ശരിയാണ്, യങ്ങായിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഈ വൈകിയ വേളയിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ നിൽക്കണം. കാര്യം ഇനി പോയിട്ട് ഒരു മറ്റ് ആശയത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് എന്റെ ഇത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ ഉമേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, അപ്പോ പിന്നെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ആളുകൾ പാർട്ടി വിടുന്നു എന്ന് അവർ പറയുന്നുണ്ട്.
ഈ സുധാകരനെ പോലെയുള്ള ആളുകളെല്ലാം കോൺഗ്രസ് പാർട്ടി വിടുകയാണ്, വിസ്മയങ്ങൾ സംഭവിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി വിടുവോ? അല്ല, CPM വിടുകയാണ്. അപ്പൊ നമുക്ക് സന്തോഷമാണ് സാറൊക്കെ പറഞ്ഞു. നമുക്ക് ചെറിയ സന്തോഷമൊന്നും ഇല്ലാണ്ടൊന്നുമില്ല, സന്തോഷമില്ല, അത് യാഥാർത്ഥ്യം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്ന അദ്ദേഹം ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല മനസ്സാറേ, ഇപ്പൊ കാര്യത്തിൽ കേൾക്കാം. അത് ഈ VD സതീശൻ സാർ പറഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോ കോൺഗ്രസ്സുകാരായാലും ഇപ്പൊ BJPക്കാരായാലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായാലും ചില നേതാക്കന്മാർക്ക് ചില ഐഡന്റിറ്റി നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ വളരെയേറെ ചില സന്ദർഭങ്ങളിൽ അതൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ പിന്തുണയ്ക്കോ ഇല്ലയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ കോൺഗ്രസ്സുകാരെന്താ ആഗ്രഹിക്കുന്നത്? G. സുധാകരൻ സാറിയോ? അതൊക്കെ ഞാനൊരു വെറൊരു എന്താ പറയുക, നേരിയൊരു രാഷ്ട്രീയ അനുഭവിയായിരിക്കുന്ന ഞാനിവിടെ അങ്ങയുടെ അഭിപ്രായം പറയാനാണല്ലോ അങ്ങ് പൊതുവേദിയിൽ വരുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു, കോൺഗ്രസ്സുകാർക്കൊക്കെ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവുകളിലും വരുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകണം എന്ന് തന്നെയല്ലേ എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പൊ പിന്തുണയ്ക്കുന്ന കാര്യം കൂട്ടായി ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പൊ പിന്തുണയ്ക്കേക്കാം അല്ലേ? പിന്തുണച്ചേക്കാം. അദ്ദേഹത്തെ പോലുള്ളൊരു വലിയൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് വരുമ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കൊടുത്തല്ലേ മതിയാവും. പക്ഷെ അത് വേറെ ഉള്ള പോലെ ഒന്നും അല്ലല്ലോ, മറ്റേ ഇതുപോലെ ഒന്നും അല്ലല്ലോ. പക്ഷെ ഇന്നത്തെ ബൂർഷ കമ്മ്യൂണിസവും അക്രമ രാഷ്ട്രീയവും ഏകാധിപത്യ സ്വഭാവവും ഉള്ളതൊന്നും നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഇന്നൊന്നല്ല സാറേ, കുറച്ച് മുൻപേ ഉണ്ട് ഇതൊക്കെ. പക്ഷെ ഇതൊന്നും പുറത്ത് വന്നില്ല എന്നേ ഉള്ളൂ. ഇതൊരു തരം കണ്ണൂർ ലോബി ചിന്തിക്കുന്ന. പക്ഷേ ഇപ്പൊ നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കേട്ടല്ലോ. ഒരു അവഗണനയും സുധാകരനോട് കാണിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ശരിയാക്കാം. പക്ഷേ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. സുധാകരൻ സഖാവിനെ പോലെ ഒരാളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. മാർക്സിൻ്റെയും ലെനിനിസ്റ്റിൻ്റെയും ഒക്കെ പറ്റി ശരിയായി മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തരത്തിലൊരു അപജയം ഉണ്ടാകുന്നതാണ് ഗൗരവമുള്ള വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നുമല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊക്കെ അദ്ദേഹത്തെ അവഗണിച്ച സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇതിനു മുമ്പേ തന്നെ മീഡിയയിലും പലതരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹം ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഇരുട്ടാക്കാനൊന്നും ശ്രമിച്ചാലൊന്നും അതൊന്നും നടക്കാത്ത വിഷയമാണ്. ഇതൊക്കെ പറഞ്ഞ കണ്ണൂർ ലോബി എന്ന് പറഞ്ഞ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ണൂർ ലോബി ചിന്തിക്കുന്ന രീതിയിൽ കേരളത്തിലുടനീളം ചിന്തിക്കുകയില്ല. അത് മാത്രമല്ല, കണ്ണൂരിൽ തന്നെ എതിർ ശബ്ദം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.